ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു പാൻറ്റ് കട്ട് ചെയ്യാം. അതിന് എങ്ങനെ അളവെടുക്കാൻ നോക്കാം. പാൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നീളെടുക്കാം. ഇത് കട്ട് ചെയ്യാനുള്ള തുണിയാണ്. ഇവിടുന്ന് താഴെ വരെയുള്ള നീളം നമുക്ക് 38 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ അതിനോട് നമുക്ക് തയ്യൽ തുമ്പും മുകളിൽ എലാസ്റ്റിക് വെക്കാനുള്ള ബാൻഡിനുള്ളതും കൂടുതലെടുക്കണം. അപ്പോൾ നീളം മാർക്ക് ചെയ്യാം. താഴെ നമുക്ക് 38 മാർക്ക് ചെയ്തു. ഇവിടെ മാർക്ക് ചെയ്തു. 2 ഇഞ്ച് താഴെ മടക്കി അടിക്കാനുള്ളത് മാർക്ക് ചെയ്യണം. 2-2.5 എടുക്കാം. ഇതുപോലെ 1 ഇഞ്ച് 1.25 ഇഞ്ച് എലാസ്റ്റിക്കാണ്. അപ്പോൾ 1.25 ഇഞ്ച് എലാസ്റ്റിക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 ഇഞ്ച് മുകളിൽ വെക്കാം. ഉള്ളിലേക്ക് കുറച്ച് തുണി വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ 3 ഇഞ്ച് മുകളിലും 2.5 ഇഞ്ച് താഴെയും കൂടുതലെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വരച്ചു കൊടുക്കാം. നമുക്ക് ബാൻഡ് വേണം നോക്കാം. ബാൻഡ് ഇപ്പം 13 ആണുള്ളത്. പകുതിയാക്കുമ്പോൾ 13. അപ്പോൾ അതിനോട് തയ്യൽ തുമ്പും വേണ്ടുന്ന ലൂസും കൂട്ടണം. ഇതിന് മുന്നേ നമുക്ക് സീറ്റ് വേണം നോക്കാം. ഇത് 4 പീസാണ്, 2 പീസല്ല. ഇവിടെ സ്റ്റിച്ചിങ് ഉണ്ട്. ഇവിടത്തേക്ക് എത്ര വേണം നോക്കാം. ഇവിടെ 13 ആണുള്ളത്. അപ്പോൾ 13 നമുക്ക് ഉള്ളിലേക്ക് അടിക്കാനുള്ള 1 ഇഞ്ചും ഇവിടെ ഒരു 1 ഇഞ്ചും തയ്യൽ തുമ്പ് വെക്കാം. 13, 13.5, 15 ഇഞ്ച് ഇവിടെ വെക്കാം. ഇഞ്ച് മാർക്ക് ചെയ്യും. ഇപ്പോൾ 13 അല്ലേ? 13 ആകുമ്പം നമുക്ക് 6.5. ഇവിടെ 6.5 വരുന്നത്. അതിനോട് നമുക്കൊരു ഇവിടെ ഒരു 12 ഇഞ്ച് വെക്കാം. ഇപ്പോൾ ക്രോച്ച് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഇത് സീറ്റ് ലെങ്ത്ത് അല്ലെങ്കിൽ ക്രോച്ച് ലെങ്ത്ത് പറയും. ഇവിടെ നിന്ന് ഒരു 12.5 വരുന്നത്. ഇവിടുന്ന് ഒരു 12.5 മാർക്ക് ചെയ്യാം. പന്ത്രണ്ടര 13 മാർക്ക് ചെയ്യാം. ഇങ്ങനെ വരും. ഷേപ്പ് വരക്കും.
ഇത് ബോട്ടം ലൂസ് നോക്കുക. ബോട്ടം ലൂസ് 7.5 വരുന്നത്. അപ്പോൾ ഇവിടെ 7.5 വേണ്ടെന്ന് മാർക്ക് ചെയ്യാം. സൈഡിൽ 7.5, സ്റ്റിച്ച് കഴിഞ്ഞിട്ടാണ് 7.5. അപ്പോൾ 1/2 ഇഞ്ച്, ഒരു 3/4 ഇഞ്ച് ഇവിടെ വെക്കുന്നുണ്ട്, ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെയും വെക്കുന്നുണ്ട്. തിരിച്ച് മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ നേരെയാണ് വരുന്നത്, നമുക്ക് കുറച്ച് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, ഈ ഭാഗത്തു നിന്നും കുറച്ച് ഷേപ്പ് വരക്കുക. നമുക്ക് കട്ട് ചെയ്യാം. നിറച്ച് കൊടുക്കാം. ഇത് മടക്കി എലാസ്റ്റിക് വെക്കേണ്ടതാണ്. ഇത്രയും നമുക്ക് അളവ് വരുന്നുള്ളൂ, ഇത്രയും ഉള്ളിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ എലാസ്റ്റിക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. താഴത്തെ ഭാഗം ഇങ്ങനെ മടക്കി, ഇങ്ങനെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് മടക്കി വെക്കുക.
ഇത് സിഗരറ്റ് പാൻറ്റല്ല, ഇത് സാധാ പാൻറ്റും അല്ല. ഇപ്പോൾ സിഗരറ്റ് മോഡലിൻ്റെ ഒരു സിഗരറ്റ് മോഡലാണ് പാൻറ്റാണെങ്കിൽ താഴെ നമുക്ക് ലൂസ് ഇത്ര വേണ്ട, ചെറിയ വീതിയേ വേണ്ടു, അതുപോലെ നീളം ഇത്ര വേണ്ട. അതേ മോഡൽ വീതിയുള്ളൊരു പാൻറ്റ്. ഇത് സൈഡിൽ ഓപ്പണാണ്, മുറിച്ചിട്ട് അടിക്കുന്നതാണ്. വേണമെങ്കിൽ നമുക്കിവിടെ പോക്കറ്റ് വേണമെങ്കിൽ പോക്കറ്റ് വെച്ച് കൊടുക്കാം. പോക്കറ്റ് വെക്കുമ്പോൾ ഈ നമ്മൾ എലാസ്റ്റിക് വെക്കുന്നതിൻ്റെ താഴെ ഭാഗത്തേക്കായിട്ട് വേണം പീസ് ചേർത്തടിക്കാൻ. ഉള്ളിലേക്ക് വേണ്ടുന്ന പീസ്, പോക്കറ്റിന് വേണ്ടുന്ന പീസ് ചേർത്തടിക്കാൻ. ഓക്കെ.